ഇസ്ലാമിക ചരിത്രത്തിലെ അൽ അബാദില അൽ അർബഅ നാല് അബ്ദുള്ളമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഹദീസിന്റെ വിജ്ഞാന മേഖലകളിൽ നിറഞ്ഞു നിന്ന 4 അബ്ദുള്ളമാരുണ്ട്. ഇസ്ലാമിന്റെ വിജ്ഞാനം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഒരു പ്രവാഹമായി ഒഴുകാൻ കാരണക്കാരായ 4 അബ്ദുള്ളമാർ. അവരുടെ പ്രായം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, മുത്തബിഉസ് സുന്ന എന്ന് ചരിത്രം പേര് നൽകിയ അബ്ദുല്ലാഹ് ബിൻ ഉമർ, അദ്ദേഹം ബദറിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം 12 വയസ്സാണ്. ഉഹുദിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം 13 വയസ്സാണ്. ബദറിലും ഉഹുദിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ തിരിച്ചയച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ 20 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹിയിൽ നിന്ന് ഏറ്റവും അധികം ഖുർആൻ പഠിച്ച, ഖുർആനിന്റെ ഓരോ ആയത്തുകളും എവിടെയാണ് ഇറങ്ങിയത്, അതിന്റെ സബബുൻ നുസൂൽ എന്താണ്, അവതരണ പശ്ചാത്തലം എന്താണ്, ഈ ആയത്തുകളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് മനസ്സിലാക്കിയ രണ്ടാമത്തെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, ബഹ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിജ്ഞാനത്തിന്റെ കടൽ, തർജുമാനുൽ ഖുർആൻ, ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഖുർആനിന്റെ വിഷയത്തിൽ അറിവുള്ള മഹാസ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 13 വയസ്സാണ്. മീശ മുളക്കാത്ത, താടി മുളക്കാത്ത 13കാരനാണ്. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ഏറ്റവും വലിയ വിജ്ഞാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേടിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. മക്കയിൽ അദ്ദേഹമില്ല, മദീനയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനനം. 9 മാസം ഗർഭിണിയായ മഹദി അസ്മ റളിയല്ലാഹു തആല അൻഹ, അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് 450 കിലോമീറ്ററുകൾ ഗർഭം ചുമന്നുകൊണ്ട്, ആ പ്രയാസം വഹിച്ചുകൊണ്ട് അവർ യാത്ര തിരിച്ചു. മദീനയിലെത്തി അവർ പ്രസവിച്ചു. മുഹാജിറുകളുടെ 1ാമത്തെ ആൺകുട്ടി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയം അദ്ദേഹത്തിന്റെ പ്രായം 10 വയസ്സായിരുന്നു. 10 വയസ്സായിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പ്രായം 37 വയസ്സായിരുന്നു. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന, ഇസ്ലാമിന്റെ താരാപദങ്ങളിൽ നിറഞ്ഞു നിന്ന നമ്മുടെ മുൻഗാമികൾ, അവരുടെ യൗവനങ്ങൾ, അവരുടെ യുവത്വം ഇസ്ലാമിന്റെ മാർഗത്തിൽ നൽകിയവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും.